അല്ല കൊക്കുമോളെ, ഞാൻ എൻ്റെ മഹറ് കാണാൻ വേണ്ടി വന്നത്. അന്നേരം തിരക്കിൻ്റെ ഇടയിൽ അമ്മായിക്ക് മഹറ് കാണാനുള്ള സമയം കിട്ടിയില്ല. അന്നേരം ഫുഡ് കഴിച്ചെങ്ങാനും പിന്നെ മക്കളോ ഓലൊക്കെ തിരക്ക് കൂട്ടിയിട്ട് ഞാൻ അങ്ങോലപ്പര അങ്ങ് പോവുകയും ചെയ്തല്ലോ. മഹറ് കാണാനുള്ള നേരം കിട്ടിയില്ല. അപ്പം ഇന്ന് രാവിലെ ഒന്ന് ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല. എൻ്റെ മഹറോ ഒന്നും കാണായിട്ട് പിന്നെ എന്താണെന്നറിയില്ല, ലേറ്റാ മോഡലാണെന്നൊന്നും. ആ അമ്മായി നിങ്ങൾ വന്നോ? ആ ഇതാ എൻ്റെ മഹർ. ഇത് ദുബായിത്തെ ലേറ്റസ്റ്റ് കളക്ഷനാണെന്ന് എല്ലാവരും പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്റ്റോണൊക്കെ ഉള്ള അടിപൊളി മോഡലാണ് ഇത്. എല്ലാവരും പറഞ്ഞു, അമ്മായിയൊക്കെ പറഞ്ഞു നല്ല രസമുണ്ടെന്ന്. പിന്നെ ഒരു ബ്രേസ്ലെറ്റും പിന്നെ റിങ്ങും ആണുള്ളത്. അതും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദുബായ് കളക്ഷനാണല്ലോ അത്. പിന്നെ എവിടെ ആരും കാണാത്ത കളക്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്രേസ്ലെറ്റ് ആണെങ്കിലും മോതിരാണെങ്കിലും ചെയിനാണെങ്കിലും ഒക്കെ. പിന്നെ എല്ലാവരും പറഞ്ഞു എവിടെയും കാണാത്ത മോഡലാണല്ലോ എന്നൊക്കെ. അപ്പോൾ കാക്കനെ വിളിച്ചപ്പോൾ കാക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുബായിൽ നിന്ന് കൊണ്ടുവരികയാണെന്നൊക്കെ. ആഹാ, അതാണ് എൻ്റെ അമ്മായിൻ്റെ മോൻ്റെ മോക്കും ഇതന്നെ കുക്കു കളക്ഷൻ ഉണ്ടായിരുന്നത്. എൻ്റെ ചെയിൻ്റെ അതേ മോഡൽ ചെയിനാണ് ഓർത്തു. എൻ്റെ അതേ ബ്രേസ്ലെറ്റാണ്, മോതിരല്ലാന്നേ ഉള്ളൂ. ചെയിനും ബ്രേസ്ലെറ്റും അതിൻ്റെ അതേ മോഡലാണ്. ഓനും ദുബായിലും ഇല്ല എന്തോ ബിസിനസ് ആണല്ലോ, ഓനിലും നല്ല പൈസ. എന്നിട്ടാണ് ഓനും അയച്ചാൽ തന്നെ മോഡൽ കൊണ്ടുവന്നത്. എന്താ ഞാനിങ്ങനെ എൻ്റെ ഓനിങ്ങനെ ദുബായിലാന്ന് പറഞ്ഞപ്പോൾ അതാ ഞാൻ വിചാരിച്ച എൻ്റെ അമ്മായിൻ്റെ മോൻ്റെ മോളായിട്ടാൽ തന്നെയാണോ എനിക്കും കിട്ടിയെന്ന് അറിയായിട്ടിരിക്കൊരു സമാധാനമല്ലേ. ഏതായാലും ഇപ്പോൾ സമാധാനമായി. അതേ മോഡലാണ്, ചെയിനും അതേ മോഡലാണ്, സ്റ്റോണൊക്കെ ഉള്ള ഓൾതും അങ്ങനത്തെ മോഡൽ തന്നെ. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റും അതേ മോഡലേക്ക്. അപ്പോൾ അമ്മായിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ കുക്കോ. ചെയിനും ബ്രേസ്ലെറ്റും മോതിരമൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ഈ ദുബായിൽ പോകണം. പിന്നെ കുക്കു ഓൻ കൊണ്ടോണമൊക്കെ കൊള്ളാം. കല്യാണം കഴിഞ്ഞിട്ട് അങ്ങ് പോയിച്ചാൽ മതി. അല്ല കുക്കു, നീ ദുബായിൽ പോകണ്ടോ എൻ്റെ അടുത്തേക്ക്? ഓനെന്തെങ്കിലും പറഞ്ഞോ എന്നോട് വിളിച്ചപ്പെങ്ങാനും? പിന്നെ അവിടെ ഭയങ്കര പൈസ ആണെന്ന് റൂമിനൊക്കെ, ഭയങ്കര റെൻറ്റാന്ന് തോന്നുന്നു ഫുഡിനും റൂമിനും ഒക്കെ. അമ്മായിൻ്റെ മോൻ്റെ മോള് ഓൻ കൊണ്ടുപോയിക്കുന്നല്ലോ കല്യാണം കഴിഞ്ഞാൽ. ഓൾത്തോ നിൽക്കാൻ കഴിഞ്ഞ് ഞാൻ 6 മാസം കഴിയുകയാണ് കല്യാണം. 6 മാസം കഴിഞ്ഞില്ല, 4 മാസം. 6 മാസം എന്ന് പറഞ്ഞു ഞാൻ 4 മാസമായപ്പോൾ തന്നെ വന്ന് ഞാൻ കല്യാണം വേണമെന്ന് പറഞ്ഞ് ഞാൻ ഓളെ അങ്ങോട്ട് കൊണ്ടുപോയിക്കുന്നു. അന്നപ്പോഴേക്കിനും ഓളെ പഠിത്തമൊക്കെ ഏകദേശമായിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളേനും. അന്നപ്പോൾ ഓല അവിടേക്ക് പോയിക്കുന്നല്ലോ. പിന്നെ ഓളാടാണല്ലോ ഉള്ളത്. ഇപ്പോൾ എന്തോ വിശേഷിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ട്. പിന്നെ കല്യാണം കഴിയാണ്ടിരിക്കാൻ ഞാൻ നാട്ടിൽ പോയി ഓടിയൊന്നും വേണ്ട. പിന്നെ പള്ളയിലായി ഞാൻ ഈ കല്യാണവും കൂട്ടിക്കൊണ്ടുപോകലും കൂടി ഒന്നിച്ചൊരു ഇതാക്കാൻ നിൽക്കണ്ട, ചിലവാക്കാൻ. രണ്ടും വേറെ വേറെ എൻ്റെ ചിലവായിക്കോട്ടെ. അന്ന് കല്യാണം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് 4 ആൾക്കാർക്ക് ചോറ് കൊടുക്കി പിന്നെ കൂട്ടിക്കൊണ്ടുവരൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ ഉണ്ടാകുക. ഇത് പിന്നെ അങ്ങോട്ടായിട്ട് പോയിട്ടാ പിന്നെ എന്താ പള്ളയിലായി ഇങ്ങോട്ട് പോരേണ്ടി വരും. പിന്നെ നിൽക്കാതിന് ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി. ഇതിനാ തിരക്കൂട്ടുന്നതിന്. ഇപ്പം എന്തോ ഒരു പേരുണ്ടല്ലോ ഐഫോണോ, എൻ്റെ ഫോൺ എനിക്ക്